നല്ല കറുത്ത് പോയ ഇതുപോലത്തെ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ മടി ഉണ്ടാവില്ല. അത് വീട്ടിൽ വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ കളയേണ്ടൊക്കെ അവസ്ഥ വരുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് എത്ര പഴം ഉണ്ടോ അത് ഇതുപോലെ ഒരു ബൗളിലേക്ക് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഞാൻ 3 എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി, പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴത്തിൻ്റെ പഴുപ്പ് കൂടുന്നതിനനുസരിച്ച് അതിൽ വെള്ളത്തിൻ്റെ നനവ് കൂടും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിന് നോക്കിയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഇതാ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി, ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ കട്ട കുത്തും. ഇതുപോലെ ഇങ്ങനെ പൾസ് ചെയ്ത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുട്ടുപൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കിടിലം പുട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. കുറച്ചുകൂടി എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കൂടെ അതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ പുട്ട് എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് അതേപോലെ തന്നെ ചുട്ടെടുക്കാം. പുട്ടുകുറ്റിയിൽ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം, പിന്നെ ഈ ഒരു പുട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയൊരു മധുരമുള്ള ടൈപ്പ് പുട്ടായതുകൊണ്ട് തന്നെ പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കറിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു പുട്ടുണ്ടാക്കി രാവിലെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, പഴവും ചിലവാവും, വേറെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലൊരു പുട്ടാണ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമുക്ക് നോർമലായിട്ട് പുട്ട് ചുട്ടെടുക്കുന്ന പോലെ ആവി വരുമ്പോൾ എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി പഴമൊക്കെ ഓവറായി പഴുത്ത് പോയതൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ നിൽക്കേണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.